എന്തിനാ ഒരു ദിവസം ആക്കണത്? ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. എന്നാ നന്നായി. അധ്യാപകൻ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ട് പോയി പത്രത്തിൽ വായിക്കും. ഉമ്മയ്ക്ക് ഒരു സന്തോഷമാവുമല്ലോ എന്ന് കരുതി. പിന്നെ ഈ വീട്ടിലൊരു ഒച്ചനൊക്കെ ഉണ്ടാവൂല്ലോ. ഒറ്റ ദിവസം കൊണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കും ഇവിടെ. ആചാര ജനസുകളാ. അമ്മാവൻ അറിയില്ല അവരെ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്താ, കുറച്ചൊക്കെ കളിതമാശകൾ നല്ലതാ. കുറച്ചൊക്കെ കളിതമാശകൾ നല്ലതാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അത് നല്ല ഐഡിയ. എന്താ ശ്രുതി? പാടത്ത് കുറച്ച് പണിക്കാർ നിൽക്കുന്നുണ്ട്. ഞാനൊന്നും കൂടി ചെല്ലട്ടെ. നന്ദനെ ഇവിടെ തന്നെ കാണൂല്ലോ. ഞാനിവിടെ ഉണ്ടാവും. എന്നാ നിങ്ങളുടെ കാര്യം ചെയ്യും, നേരെ അടുക്കളോട്ട് ചെല്ല്. ഉമ്മ എവിടെ ഉണ്ട്? നീ ഇപ്പോ ശ്രുതി അതേ ചെല്ല്. എല്ലാവരും കളിതമാശയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ മതി ശ്രുതി. പറഞ്ഞാൽ മനസ്സിലായോ? ലെസൺസ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ മാത്രം മതി. ശ്രുതി ഇങ്ങനെ ഇൻഡിഫറന്റ് ആയാലോ? ഉമ്മയ്ക്ക് എന്തെങ്കിലും തോന്നൂലേ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എല്ലാം ശ്രുതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടോന്ന് കരുതിയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. മനസ്സിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഇവിടുന്ന് പോകുമ്പോൾ തീരണം. ശ്രുതി എന്നും എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആയിരിക്കണം, നല്ല ഫ്രണ്ട് ആയിരിക്കണം. ഓക്കെ, ഇങ്ങോട്ട് നോക്ക്. ബി ചിയർഫുൾ. കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത് പിന്നെ നന്ദേട്ടന് ഗൗരവം കൂടിയത്. ക്ലാസ്സിലെങ്ങനെ ഗൗരവത്തിൽ തന്നെ? ഗൗരവം കാണിച്ചിട്ട് തന്നെ ഞങ്ങൾ സാറിന്റെ തലയിൽ കയറി നിരങ്ങുക. അത് ചുമ്മാ, നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ. അങ്ങനെ തോന്നിക്കും. നന്ദേട്ടന് നിങ്ങളെയൊക്കെ വലിയ കാര്യ എന്ന് സാർ പറഞ്ഞോ? അങ്ങനെ ആവാൻ യാതൊരു സാധ്യതയില്ലല്ലോ. അല്പം കുസൃതി കാണിച്ചാലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സാറുമാർക്ക് ഇഷ്ടാവും. മോളെ, നീ കിടക്കാൻ നോക്ക്, പുറത്ത് നല്ല തണുപ്പുണ്ട്. സാരമില്ല അച്ഛാ, അച്ഛൻ കിടന്നോളൂ. ഞാൻ ഇവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ. ചേച്ചി, ഏത് രാഷ്ട്രങ്ങളായാലും കുറെ യുദ്ധം ചെയ്ത് മടുക്കുമ്പോ ഇടയ്ക്കൊരു സമാധാന കരാറിൽ ഒപ്പിടും. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ ചില നാട്ടുരാജ്യങ്ങൾ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുക. കുട്ടിക്ക് എന്ത് പറ്റി? ഒന്നും കഴിക്കുന്നില്ലല്ലോ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു മൂഡ് ഓഫ് പോലെ. എന്താ, നിങ്ങളുടെ നാടും വീടൊന്നും ഇഷ്ടായില്ലേ? അതൊന്നുമല്ല, ഒരു തലവേദന. ആണോ? എങ്കിലത് പറയണ്ടേ? ഇന്ന് ഇവൾക്ക് തലവേദന, മറ്റെല്ലാപ്പോഴും ഇവളും ഞങ്ങൾക്ക് തലവേദന. അധികം ഷൈൻ ചെയ്യണ്ടോ. ചിലപ്പോ യാത്ര ചെയ്തിട്ടാവും. ഞാൻ ബാം എടുത്തു വരാം, അത് പുരട്ടിയെ മാറും. വേണ്ട, ബാം പുരട്ടിയെ മാറില്ല. എങ്കിൽ കുട്ടി കിടന്നോളൂ, ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്. ശ്രുതി, ശ്രുതി, ശ്രുതി. ചേച്ചി, ശ്രുതിയെ കണ്ടോ? ഇല്ല. അവളിത് എവിടെ പോയി? ഉണർന്ന് നോക്കുമ്പോ അവളും ഇല്ല, അവളുടെ ബാഗും ഇല്ല. എന്താ ഉണ്ടായേ? അറിയില്ല. അവക്ക് വട്ട പോയി കാണും. വന്നോ? മറ്റുള്ളവരൊക്കെ ഇവിടെ? പറഞ്ഞാലും നീ ആരോടും പറയാതെ ഇറങ്ങി പോകുന്നത് ശരിയായില്ല. ആ ചേച്ചി എന്തുമാത്രം അപ്സെറ്റ് ആയെന്നറിയാമോ? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമെന്നായിരുന്നു ഞങ്ങളുടെ പേര് മുഴുവനും. പിന്നെ എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് ഞങ്ങൾ തടി തപ്പിയതാ. നിനക്കെന്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താണ്. നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ വെച്ചാൽ ശരിക്കും ഭ്രാന്ത് വെക്കില്ലേ? ഇതിനേക്കാളും വലിയ തമാശകളൊക്കെ നീ സ്പോർട്ടീവായിട്ട് എടുത്തിട്ടില്ലേ? നീ മാത്രമല്ല, നമ്മൾ എല്ലാവരും. ഇതെനിക്ക് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല. സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെ കയറി ഹെഡ് ചെയ്യാൻ ഇവളോട് ആരെങ്കിലും പറഞ്ഞോ? നാളും ജാതവും നോക്കിയാണോ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടാകുക? ഇഷ്ടപ്പെട്ടു പോയി, അതൊന്നും വേണ്ടെന്ന് വെക്കണം. സാറും ചേച്ചിയും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടതല്ലേ? ശ്രുതി, അത് മനസ്സിലാക്കിയ അവരൊന്നാകണമെന്ന് മനസാക്ഷിയുള്ള ആരും ചിന്തിക്കൂ. എനിക്ക് മനസാക്ഷി ഇല്ല. എല്ലാത്തിനും കൂട്ടുവന്നിട്ട് അവസാനം എനിക്കൊരു വിഷമം വന്നപ്പോ എന്റെ ഭാഗത്ത് ആരുമില്ല. എല്ലാത്തിനും ചേച്ചിയും സാറും ചേച്ചിയും സാറും. നിനക്കേ അസൂയ? അതെ, എനിക്ക് അസൂയ. ആർക്കാ ചേതം? ഐ ആം ജെലസ്. യെസ്, ഐ ആം ജെലസ്. യു ബ്ലഡി ചീറ്റ്സ്. ശ്രുതി വെളുപ്പിന് നാട്ടിലേക്ക് പോയി സാർ. ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് കേട്ടില്ല. ഇനി കോളേജിലേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവള് പോയത്. സാറിനെ കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ടും അവള് കൂട്ടാക്കിയില്ല. ഇത് സാറിന് തരാൻ പറഞ്ഞു. ഈ കുട്ടി വല്ലാത്തൊരു ക്യാരക്ടറാണല്ലോ. സാറ് കരുതിയത് പോലെയല്ല, അവള് വല്ലാതെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട്.
സർക്ക് നന്ദി. എല്ലാവരുടെ മുമ്പിൽ എന്നെ ഒരു ഫൂളാക്കാൻ അവിടെ വരെ കൂട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വമായിരുന്നില്ല എല്ലാം. എനിക്കറിയാം. യു ആർ എ സാഡിസ്റ്റ്. ഐ ഹേറ്റ് യു. ഗുഡ് ബൈ. ഇവിടെ ഇറങ്ങണം. ശ്രുതി, കുട്ടി ഇന്നലെ എങ്ങോട്ടാ പോയത്? ഞാൻ എന്തെങ്കിലും പിടിക്കാത്ത രീതിയിൽ പെരുമാറിയോ കുട്ടിയോട്? എനിക്കതായിരുന്നു വിഷമം മുഴുവനും. ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ? വാ, ഇന്ന് ക്ലാസ് ഇല്ലേ കുട്ടിക്ക്? ഇരിക്കെ. നന്ദേട്ടൻ പറഞ്ഞു ചില നേരത്തെ കുട്ടിയുടെ പെരുമാറ്റം കണ്ട വല്ലാത്തൊരു രീതിയാണെന്ന്. എല്ലാ നേരത്തും എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. കുട്ടി ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. എനിക്കൊന്നും വേണ്ട. എന്താ കുട്ടിയുടെ മുഖത്തൊരു വല്ലായിക? ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയാ. എന്തേ, നന്ദേട്ടൻ വഴക്ക് പറഞ്ഞോ? അല്ല, ഞാൻ പോവാ. ഇനി പഠിക്കുന്നില്ല. ഇനി എനിക്ക് ആ കോളേജിൽ പഠിക്കാൻ കഴിയില്ല. ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല എനിക്ക്. ആരും ടീസ് ചെയ്യുന്ന ഞാൻ സഹിക്കില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാ. ഞാനോ? അതെ, നിങ്ങൾ തന്നെ. ഇങ്ങനെ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? ഞാൻ എന്ത് കുറ്റം ചെയ്തു? പരിചയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി. ദേഷ്യം വരുന്ന കാണാനുള്ള രസത്തിന് ഇഷ്ടമാണെന്നൊക്കെ വെറുതെ തമാശ പറഞ്ഞു. പക്ഷേ പിന്നീട് എപ്പോഴാണ് അറിയുന്നത് ഞാൻ നന്ദസാനെ ശരിക്കും സ്നേഹിക്കുകയാണെന്ന്. ഇനി മറക്കാൻ കഴിയില്ല. ആദ്യമായി സ്നേഹം തോന്നിയ ഒരാളെ അത്ര പെട്ടെന്ന് ഒരു പെണ്ണിന് മനസ്സിന് പറിച്ചറിയാൻ കഴിയില്ല. പിന്നെ നിന്നെ നന്ദേട്ടൻ ഇതൊക്കെ അറിയോ? അറിയാം. അറിഞ്ഞിട്ട് അറിഞ്ഞില്ലെന്ന് നടിക്കാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോടുള്ള സിമ്പതിയുടെ പേരിൽ. ഒരു രോഗിയോട് ആർക്കും തോന്നാവുന്ന സിമ്പതി. അതിനപ്പുറം സാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? സാറിന് എന്നെ ഇഷ്ടമാണ്, എനിക്കതറിയാം. ഏതോ കടപ്പാടുകളുടെ പേരിൽ സാർ അത് മറച്ചു വെക്കാണ്. സ്വന്തം ജീവിതവും സ്വന്തം സുഖവും അതിനുവേണ്ടി വേണ്ടെന്ന് വെക്കാണ്. അല്ലെങ്കിൽ ആരോഗ്യ സൗന്ദര്യമുള്ള സാറിന് നിങ്ങളെപ്പോലെ രോഗിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് പുരുഷനും ആഗ്രഹിക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയോ? സാറിന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തിനാണ് സാറിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല നന്ദ. പെട്ടെന്നൊരു തളർച്ച വന്നത്രേ. നാണി വന്നാ എന്നോട് വിവരം പറഞ്ഞത്. ചെന്നപ്പോ മുറിയിൽ ബോധമില്ലാതെ വീണ് കിടക്കുക. ഏട്ടൻ ഇങ്ങനെ കസേരയിൽ ഈ ഇരിപ്പ്. പിന്നെ കിഴക്കയിലെ വാസമൊക്കെ കൂടെ ഒരു കാറ് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നത്. മരുന്ന് മുടങ്ങിയോ അതോ പഥ്യം തെറ്റിച്ചോ? ആയുർവേദക്കാർ രോഗം പേച്ചു പോയി എന്ന് പറയും. ചികിത്സ ഫലിച്ചു വരുന്ന സന്ദർഭത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു ഹെവി സ്റ്റോക്ക്. പലപ്പോഴും ഇത്തരം കേസുകൾ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും റീസൺ ഉണ്ടാവാം, ഉണ്ടാവണമെന്നില്ല. കൊണ്ടുവരുമ്പോൾ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ജീവൻ അപകടമൊന്നുമില്ല. ഒരു ഇംപ്രൂവ്മെന്റ് സ്റ്റേജിൽ നിന്നും ആദ്യത്തെക്കാൾ വേസ്റ്റ് ആയ സ്റ്റേജിലേക്ക് പോയതുകൊണ്ട് ഇനി പൂർണ്ണമായ റിക്കവറി പ്രതീക്ഷിക്കണ്ട.
എന്നാലും ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ anyhow, let us hope for the best. എനിക്കൊന്നുമില്ല നന്ദേട്ട, ഒന്നുമില്ല. നന്ദേട്ട എന്തിനെ വിഷമിക്കുന്നു? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒന്നുമില്ല, ഒന്നുമില്ല നന്ദേട്ട. ഉമ്മയ്ക്ക് വേണ്ടി നന്ദന് ചെയ്യാൻ കഴിയുന്നതെല്ലാം നന്ദൻ ചെയ്തു. ബാക്കിയൊന്നും നന്ദന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ലല്ലോ. അറിയാഞ്ഞിട്ടല്ല റഹ്മാൻ, പക്ഷെ ഇത് ഓർക്കാപ്പുറത്തൊരു അടിയേറ്റ പോലെ ആയിപ്പോയി. ജോലി കിട്ടി, ഉമ്മയുടെ അസുഖമൊക്കെ ഭേദാവാൻ തുടങ്ങി, കഷ്ടകാലമൊക്കെ കഴിഞ്ഞു കൊടുത്ത് സന്തോഷിച്ചിരിക്കുമ്പോഴാണ്. ശരിയാണ്, എന്ന് വെച്ച് ചികിത്സ നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ. ആശ കൈവിടരുത്, ഒക്കെ ശരിയാവും. പക്ഷേ ജോലിക്ക് പോവാതെ ഇവിടെ ഇരുന്നാൽ ഇതൊന്നും നടക്കില്ല. മനസ്സാന്നിധ്യം വിട്ടുകിട്ടാൻ കുറെ സമയം എടുക്കുന്നുണ്ട്. അതിന് ഇവിടുത്തെ ഏകാന്തതയേക്കാൾ നല്ലത് കോളേജാണ്. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ശ്രുതി, ശ്രുതി ഇങ്ങോട്ട് വന്നില്ലേ? അവിടെയുണ്ട് സാർ. മോൾ എന്ത് പണിയായി കാണിക്കുന്നേ? ഇന്നലെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വന്നേ, ആ വേഷമൊക്കെ മാറി ഒന്ന് വേഗം റെഡിയായി. എനിക്ക് ധൃതിയുണ്ട്. ഡാഡി പറ്റൂ, ഞാൻ വരുന്നില്ല. മോളെ വാശി പിടിക്കല്ലേ, ഞാൻ മടങ്ങി വരാൻ ഒരാഴ്ചയാവും. അതുവരെ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? സാരമില്ല, സേവൻസ് ഒക്കെ അല്ലേ ഇവിടെ. പറയുന്നു ഒന്ന് കേൾക്ക് ശ്രുതി, നിന്നെ കോളേജിൽ വിട്ടിട്ട് വേണം ഡാഡിക്ക് പോകാൻ. കമാ. നോ ഡാഡി, ഡോണ്ട് കമ്പൽ മീ. ഞാൻ വരുന്നില്ല. ഡാഡി പ്ലീസ്. ഇല്ല, ഞാൻ പറഞ്ഞതല്ലേ, നോ മോർ മൂവീസ്, നോ എന്റർടൈൻമെന്റ്സ്, നോ ഔട്ടിംഗ്, നത്തിങ്. അങ്ങനെ വിരോധം ഏർപ്പെടുത്തിയാലൊന്നും ഞാൻ വരാൻ പോകുന്നില്ല. വേണ്ട, വരണ്ട. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോണം, അങ്ങ് സ്വർഗത്തിലിരുന്ന് നിന്റെ മമ്മി ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും. എന്റെ ഫീലിങ്സ് മമ്മിക്ക് മനസ്സിലാവും. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ സാറിനെ കയറി പ്രേമിക്കാൻ? അയ്യേ, സെലക്ഷന്റെ കാര്യത്തിൽ എന്റെ മോള് കുറെ കൂടി ഭേദമാണെന്നാ ഞാൻ കരുതിയത്. ഡാഡി, സത്യത്തിൽ ഇപ്പോ നിന്റെ സാറിനോട് എനിക്കൊരു റെസ്പെക്ട് ഒക്കെ തോന്നുന്നുണ്ട്. എന്റെ മോളുടെ പ്രേമം നിഷേധിച്ച വിശ്വാമിത്രനല്ലേ പാർട്ടി? എനിക്കൊന്ന് പരിചയപ്പെടണം. ഡാഡി വേണ്ട. അയ്യേ, കരയുന്നു. ഛേ, എന്റെ മോൾക്ക് കുറച്ചൊക്കെ ഗട്സ് ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. ഒന്നുമില്ലെങ്കിൽ നീ വളപ്പിൽ കൈമളുടെ മോളല്ലേ. ഒരു സില്ലി റൊമാൻസിന്റെ പേരിൽ നീ തോറ്റ് വീട്ടിൽ വന്നിരുന്ന നാണക്കേടി ഡാഡിക്കല്ലേ? ബി ബോൾഡ്. അയാൾക്ക് വേണ്ടെങ്കിൽ നിനക്കും വേണ്ട. ധൈര്യമായിട്ട് ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യണം. നീ കോളേജിലെ ഹീറോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇത്ര സില്ലി ഒന്നുമല്ല ഡാഡി. ദേ നോക്ക്, ഡാഡിയും മോളും എന്നുള്ള വ്യത്യാസം ഇല്ലാതെ നമ്മൾ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാറുള്ളതല്ലേ. ആ ഫ്രീഡം ഇക്കാര്യത്തിൽ ഡാഡിക്കുണ്ട്. മനസ്സിലായോ? എനിക്ക് വേഗം റെഡിയാകും. ഇന്ന് ഏതായാലും ഞാൻ വരുന്നില്ല. ഡാഡി പോയി വരുമ്പോഴേക്കും എനിക്കൊരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ടാവും. അതുവരെ എനിക്ക് സമയം എന്താ ഡാഡി? ഞാൻ നിന്നെ ക്ലാസ്സിൽ കൊണ്ടാക്കണോ? വേണ്ട, ഡാഡി പോയിക്കോളൂ. ഐ ആം ഓൾറെഡി ഡാഡി. ഇനി ഞാൻ പ്രശ്നം ഒന്നും ഉണ്ടാക്കൂല. നൗ ഐ ആം ഓൾറെഡി ഡാഡി. ഓക്കെ. ദേ നമ്മുടെ മങ്ങണി. ശ്രുതി, മങ്ങണി ഞാൻ വന്നു. എങ്ങനെയുണ്ട് ചെത്തൊക്കെ? ഡി കഞ്ഞി, നീ ഇപ്പഴും പഴയ കുടിക്കാറുണ്ടോ? ശ്രുതി, നോ. അപശ്രുതി വിളിക്കടി. അവളുടെ ഒരു ഫോർമാലിറ്റീസ്. നമ്മുടെ കാർബൺ കോപ്പി പെൻസിലൊക്കെ എന്ത്? ക്യാൻറ്റീനിലുണ്ട്. എന്റെ മുഖത്ത് ചെറിയൊരു ചമ്മലുണ്ടല്ലേ? ഏറ്റവും ചുരുങ്ങിയത് കൂവല്ലെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. എന്താടി എല്ലാവരും കുറച്ച് വീണ കോഴിയെ പോലെ ഇരിക്കുന്നേ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം എന്റെ ഓരോ ഫൂളിഷ്നെസ്. നീ എപ്പോഴാ വന്നത്? ജസ്റ്റ് നോ. ഡാഡി ഉണ്ട്. സാറിനെ കാണാൻ പോയിരിക്കുക. നീ കണ്ടോ സാറിനെ? അതാണ് ഇനി ആകെ ഒരു ചമ്മല്. സാരില്ല, ഞാൻ കുറെ റിഹേഴ്സൽ എടുത്തിട്ടുണ്ട്. നിനക്ക് എഴുതണമെന്ന് കരുതിയിരിക്കായിരുന്നു. സാറിന്റെ കാര്യം നീ അറിഞ്ഞില്ലേ? എന്ത്? ആ ചേച്ചിയില്ലേ, അവർക്ക് വീണ്ടും സ്ട്രോക്ക് വന്നു. ടോട്ടലി ബെഡഡ്. പെട്ടെന്നുണ്ടായ എന്തോ മെന്റൽ ഷോക്കാണത്ര. നീ നാട്ടിൽ പോയില്ലേ? അന്ന് വൈകിട്ട് സംഭവം. ഇനി ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നാ പറയുന്നേ. പാവം, കഷ്ടായിപ്പോയി. സാറാകെ അപ്സെറ്റാ. നാട്ടിലായിരുന്നു, 3-4 ദിവസം മുമ്പ് വന്നത്. വല്ലാത്തൊരു ഫേറ്റ് ആയിപ്പോയി സാറിന്റെ. നീ ശപിച്ചതാണോന്ന് പോലും തമാശയ്ക്ക് ഞങ്ങളൊക്കെ പറഞ്ഞു. കൂടുതൽ
കൂടുതൽ ലാളിച്ചാൽ കുട്ടികൾ വഷളാവൂന്ന് പറയാറുണ്ട്. എന്റെ മകളുടെ കാര്യം മറിച്ചാണ്. ബിസിനസിന്റെ തിരക്കിന്റെ ഇടയിൽ എനിക്ക് അവളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അമ്മയില്ലാതെ വളർന്നതിന്റെ വാശിയും ദൂശാട്ടവും വേറെ. എന്ന് വെച്ച് അവളൊരു ചീത്ത കുട്ടിയൊന്നല്ല കേട്ടോ. എനിക്കറിയാം. അവൾക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പി ചോദിക്കുകയാണ്. എല്ലാ കാര്യവും അവൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ബാലിശമായൊരു തോന്നലാണെന്ന് കരുതിയാൽ മതി സാർ. അത് ഞാനും അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. ശ്രുതി വന്നില്ലേ? ഉണ്ട്, ക്ലാസ്സിൽ പോയി. അവൾക്ക് സാറിനെ ഫേസ് ചെയ്യാനൊരു മടി. എനിക്ക് ക്ലാസ്. ഓക്കെ, ഞാൻ പോവാം. നമുക്ക് പിന്നൊരിക്കൽ വിശദമായിട്ട് കാണാം. വരട്ടെ. ഡാഡിയെ കണ്ടിരുന്നു. തിരിച്ചു വന്നത് നന്നായി. ഇപ്പൊ പ്രാക്ടിക്കൽ അല്ലേ? ചെല്ലേ, നീ പഠിത്തത്തിലൊന്ന് ശ്രദ്ധിച്ച് നല്ല കുട്ടിയായിട്ട് നടന്നോളൂ. ഒന്നുമില്ല. തിരിച്ചിട്ടോ, ഞാനിപ്പോ വരാം. എന്തു പറ്റി? കൊച്ചിയിൽ നിന്ന് രാത്രി മുതൽ നല്ല പനിയാ. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവാ. നല്ല ചൂടുണ്ട്, വേഗം കൊണ്ടു. പതുക്കെ കഴിക്കാം, പതുക്കെ. എന്താ അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല. നന്ദ, ഉമ്മ ഇതേവരെ ഇല്ലാത്ത ചില ശാഠ്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. എത്ര നിർബന്ധിച്ചിട്ടും മരുന്ന് കഴിക്കണില്ല. എല്ലാം മതിയായി എന്ന് അവള് പറയണത്. എനിക്ക് വയ്യ. എന്താ നന്ദ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒന്ന് അവിടെ വരെ വാ. നന്ദേട്ടൻ വന്നോ? ഇന്ന് ശനിയാഴ്ചയല്ലല്ലോ, ലീവ് എടുത്തൂല്ലേ? ഇപ്പൊ തന്നെ ഒരുപാട് ലീവ് എടുത്തില്ലേ? എത്ര കാത്തിരുന്നിട്ട് കിട്ടിയ ജോലിയാ. ഉമ്മ എന്താ മരുന്ന് കഴിക്കാത്തത്? അച്ഛൻ പറഞ്ഞൂല്ലേ, നന്ദേട്ടനെ കാണാൻ പുറപ്പെടുമ്പോഴേ ഞാൻ കരുതിയതാ, വെറുതെ നന്ദേട്ടനെ വിഷമിപ്പിക്കാൻ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. അമ്മാവ മരുന്നെടുക്ക. വേണ്ടച്ചാ, ഞാൻ ഇനിയും മരുന്ന് കഴിച്ചിട്ട് പ്രയോജനം ഉണ്ടെന്ന് നന്ദേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? മനസ്സ് പതറാതിരുന്നാൽ ഇനിയും പ്രയോജനം ഉണ്ടാവും. നന്ദേട്ടന് വിശ്വാസമുണ്ട്. ദൈവം നമ്മൾ ഉപേക്ഷിക്കില്ല. ഒരിക്കലും ഈ അവസ്ഥയിൽ നിന്ന് പിടിച്ചു കയറിയതല്ലേ നമ്മൾ. ഇനിയും ശ്രമിക്കാം. കഴിയും, നമുക്കതിന് കഴിയുമേ. അന്നൊക്കെ എന്നെ ആശ്വസിപ്പിക്കുമ്പോ ഇതിനേക്കാളും തിളക്കം ഉണ്ടായിരുന്നു നന്ദേട്ടന്റെ മുഖത്ത്. ഇപ്പൊ നന്ദേട്ടനും ഒന്ന് പതറുന്നുണ്ട്. വേണ്ട നന്ദേട്ട, ഇനി കഴിയില്ല. ഉമ്മേ, എനിക്കിപ്പോ കരച്ചിൽ പോലും വരാറില്ല. ഈ മച്ചിൽ നോക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോ വല്ലാത്തൊരു ശാന്തതയാണ്. കണ്ണടച്ച എങ്ങോട്ടോ മെല്ലെ താണ് പോണ പോലെ. മരണം എന്ന് പറയണ ചിലപ്പോ അങ്ങനെയാവും അല്ലേ? ഉമ്മേ, നീ അങ്ങനെയൊന്നും പറയരുത്. അച്ഛാ, ഞാൻ നന്ദേട്ടനോടൊന്ന് സംസാരിച്ചോട്ടെ? നന്ദേട്ടൻ ഒരുപാട് എന്നെ സ്നേഹിക്കുന്നില്ലേ? ഒരു സ്ത്രീക്കും കിട്ടാത്തത്രയും സ്നേഹം നന്ദേട്ടൻ എനിക്ക് ഭാര്യയ്ക്ക് ഒരു തരുന്നില്ലേ? ഇല്ല നന്ദേട്ട. എന്റെ സ്നേഹം കുറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇനി എനിക്കത് താങ്ങാനാവില്ല. നന്ദേട്ടൻ തരുന്ന സ്നേഹത്തിന്റെ ഒരു അംശം പോലും എനിക്ക് തിരിച്ചു തരാനാവുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞു, നന്ദേട്ടൻ അനുസരിക്കോ? എന്താ ഉമ്മേ? നന്ദേട്ടൻ വേറൊരു വിവാഹം കഴിക്കണം. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നന്ദേട്ടൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോയെന്നൊരു ദുഃഖം ബാക്കി ഉണ്ടാവും. അത് പാടില്ല. നീ എന്നെ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ അമ്മേ. കല്യാണം കഴിക്കാതെ ഞാൻ വീർപ്പൂട്ടി കഴിയണമെന്നാണ് എന്റെ വിചാരം. അതോ കല്യാണമാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? ആ കുട്ടിയുടെ പനി മാറിയോ നന്ദേട്ടാ? ഏത് കുട്ടിയുടെ? അച്ഛൻ പറഞ്ഞു അതിന് പനിയാണെന്ന്. നല്ല കുട്ടിയെ ശ്രുതി.
അന്ന് ഇവിടെ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. ആ കുട്ടി നന്ദേഷന് നന്നായി ചേരും. നന്ദേഷന് ആ കുട്ടിയെ കല്യാണം കഴിച്ചൂടെ? നിന്റെ ഈ സംസാരം നടത്തുന്നുണ്ടോ? ഞാനൊന്ന് സംസാരിച്ചോട്ടെ നന്ദേട്ടാ. കുറച്ച് പ്രായത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ആ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഞാൻ എല്ലാ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ആ കുട്ടിയുടെ ഡാഡിയോട് സംസാരിക്കും. മതി. എതിര് പറയരുത്. നന്ദേട്ടന്റെ ഉമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് കരുതി എനിക്കത് സാധിച്ചു തന്നൂടെ? എനിക്കത് കാണണം. എനിക്കത് കാണണം നന്ദേട്ടാ. അതുവരെ നീട്ടിക്കിട്ടണമെന്നൊരു പ്രാർത്ഥന ഇപ്പോഴുള്ളൂ. നന്നായി, നീ പ്രാർത്ഥിച്ചു. നിന്റെ നന്ദേട്ടനെ കുറിച്ച് നീ എങ്ങനെയൊക്കെയാണ് ധരിച്ചിരുന്നെന്ന് നീ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. എനിക്ക് സന്തോഷമായി. ഒരു ജന്മം മുഴുക്കം നിന്നെ സ്നേഹിച്ച കുറ്റത്തിന് നീ തരുന്ന ശിക്ഷ കൊള്ളാം. കാണുന്ന സ്വപ്നങ്ങളൊക്കെ നടക്കാറുണ്ടോ നന്ദേട്ടാ? ഉറങ്ങി എണീറ്റാൽ പല സ്വപ്നങ്ങളും നമ്മൾ മറക്കൂലേ? അതുപോലെ ഇത് മറക്കണം. മറക്കാം, എല്ലാം മറക്കാം. പക്ഷേ അതിനു മുമ്പ് നീ എന്നെ മറക്കണം. പറ്റുമോ? നീ എന്നെ സ്നേഹിച്ചിരുന്നില്ല എന്ന് പറയണം. പറ്റുമോ? നന്ദേട്ടാ, ഇല്ല. നന്ദേട്ടനൊന്ന് നിന്നെ. അച്ഛാ, അതിങ്ങെടുക്ക്. നന്ദേട്ടനത് വാങ്ങണം. വാങ്ങും നന്ദേട്ട. ഓർമ്മയുണ്ടോ എനിക്കത് തന്നത്? ഇപ്പോ ഞാനത് തിരിച്ചു തരുന്നു. ഈ നിമിഷം മുതൽ നന്ദേട്ടൻ എന്റെ മനസ്സിലില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടി നന്ദേട്ടൻ വാങ്ങിയതാണത്. എനിക്കത് വേണ്ട.